ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രിയയാണ് കാണിക്കുന്നത്. പ്രിയ വിനോദിനെ വിളിച്ചിട്ട് വിനോദാണെങ്കിൽ എടുക്കുന്നുമില്ല. ഷോ, എന്നാലും ഈ വിനോദ് എന്താ ഫോൺ എടുക്കാത്തെ? നിന്റെ അച്ഛനിപ്പോൾ നിന്നെ പോലും വേണ്ട, അവൻ ഇങ്ങോട്ടൊന്നും വരുന്ന പോലുമില്ല. വല്ലാത്തൊരു കഷ്ടമാണ് അവൻ്റെ കാര്യം. എന്ത് ചെയ്യാനാ? ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗീതുവും ഗോവിന്ദും വരികയാണ്. അവർ വന്നത് എടാ മാധുട്ടാ, എടാ മാധു, നീ പാല് കുടിയൊക്കെ അങ്ങ് കുറച്ചേരെ. നിനക്കേ ഈ മാമനെ കുറേ കുറുക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതൊക്കെ കുടിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയാ. ഈ സമയം അതെ, ഇവന് കുറുക്കൊന്നും വേണ്ടെന്ന കണ്ണേട്ട പറയുന്നേ. ഇവന് ചോറ് തിന്നാൻ കൊതിയായി. ആണോടെ കള്ള, ചോറ് തിന്നാൻ കൊതിയായോടെ ചക്കരെ എന്നൊക്കെ പറയാ. എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ടാ, ഇവൻ്റെ അച്ഛന് ഇവനെ ഒന്ന് നോക്കാൻ പോലും നേരമില്ല. ഏത് നേരവും തിരക്ക്. അത് കേട്ടതും ഗോവിന്ദനാകെ സങ്കടമായി. അപ്പോൾ മാമൻ പറയാട്ടോ, മോൻ്റെ അച്ഛനോട് ഇത്തിരി തിരക്കൊക്കെ മാറ്റി വെക്കാൻ പറയാം. ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല ഗീതു ചേച്ചി എന്നും പ്രിയ. അവനിപ്പോൾ ഓഫീസിലേക്കൊന്നും പോകുന്നില്ലല്ലോ, ഹോം നേഴ്സ് പോയതുകൊണ്ട് അമ്മയെ നോക്കി വീട്ടിലിരിക്കുക. പിന്നെ അവന് പ്രിയയുടെ ഫോൺ എടുക്കാൻ എന്താ കുഴപ്പം? സാരില്ല പ്രിയേ, നീ വിഷമിക്കണ്ട, നമുക്ക് ചോദിക്കാം എന്താന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അവരിങ്ങനെ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് പ്രിയയുടെ കയ്യിലെ കുഞ്ഞിനെ കൊടുത്തിട്ട് പോകാനൊരുങ്ങുക. അപ്പോൾ രാധികാമ്മ, ഞാനിവിടെ ഇത്രയും നേരം ഇരുന്നിട്ടും അവൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, കണ്ണൻ ഇങ്ങനെയൊക്കെ മാറിപ്പോയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗോവിന്ദ് പോകാൻ തുടങ്ങിയതും കണ്ണാ എന്നും പറഞ്ഞ് വിളിക്കുക. എന്താ രാധികാമ്മേ? അതെ, സത്യദാസ് സാറ് വന്നിട്ടുണ്ട്. അയാളാകെ അവശനായിട്ടാണ് പുറത്തു പോയിട്ട് വന്നു. അയ്യോ, അയാൾക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കുക. അതൊന്നും ഞങ്ങളോട് പറയില്ലല്ലോ, നീ വരുമ്പോൾ തന്നെ നിന്നെ കാണണമെന്നും പറഞ്ഞ അയാൾ അവിടെ ഇരിക്കുന്നേ. എന്നാ ഇപ്പോൾ പോകാനൊന്നും എനിക്ക് പറ്റില്ല. അയാളെന്തോ മീറ്റിങ്ങിന് വേണ്ടി പോയതല്ലേ. മീറ്റിംഗ് നടന്നത് എന്താ സംഭവിച്ചെന്ന് നിനക്കല്ലേ കണ്ണ അറിയൂ, നീയല്ലേ മീറ്റിങ്ങിനുണ്ടായത്? അല്ല രാധികാമ്മേ, ഞാൻ മീറ്റിങ്ങിന് പങ്കെടുത്തൊന്നുമില്ല, അവരാ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് കുറച്ച് സ്ഥലത്ത് കറങ്ങാൻ പോയി എന്നും ഗോവിന്ദ് ഇത് കേട്ടതും രാധികാമ്മ, ഇവനെന്താ എന്നെ കളിയാക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നീ ഒന്ന് ചെന്ന് അന്വേഷിക്കുക കണ്ണ, അയാൾക്ക് എന്താ പറ്റിയെന്ന് എന്നൊക്കെ ചോദിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പോവാം. അപ്പോൾ രേഖ വരിക. ഗീതു ആകെ സങ്കടപ്പെട്ട സത്യദാസ് വന്നിരിക്കുന്നത്. സത്യദാസ് സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ, നമ്മുടെ കടമയല്ലേ, നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ലേ അദ്ദേഹം. അതൊക്കെ ശരി തന്നെ ചേച്ചി, പക്ഷേ എന്തായാലും സത്യദാസിന് എന്താ പറ്റിയെന്ന് അറിയണമല്ലോ. അതിന് എന്തായാലും കണ്ണേട്ടം കുടിച്ചിട്ട് വരട്ടെ, അതുകൊണ്ട് ചോദിച്ചോളും എന്നൊക്കെ പറയണം. ഇപ്പം അദ്ദേഹത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. ഇനി സത്യദാസിനെ വല്ല ആംബുലൻസിലും കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരുമോ ഗീതു? ഒരാളുടെ അസ്വസ്ഥതയും ഒരാളുടെ സങ്കടവും വെച്ച് അയാളെ കളിയാക്കല്ലേ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക. ശരി, എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവും ഗോവിന്ദും അങ്ങോട്ട് നടന്നു പോവുക. ഈ സമയമാണെങ്കിൽ വരുൺ സത്യദാസിൻ്റെ കൂടെയുണ്ട്. അങ്കളെ, ഷേണായി ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ അങ്കിളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എൻ്റെ അക്കൗണ്ട് ഞാൻ തരാം, അങ്കിൾ അതിലേക്ക് ഇട്ടാൽ മതി എന്നൊക്കെ പറയുക. ഈ സമയം അങ്കിളല്ല അച്ഛ, ആരും കാണാത്തപ്പോൾ അച്ഛാന്ന് വിളിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോനെ? അച്ഛ, എനിക്ക് 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്നും എൻ്റെ അച്ഛനായിരിക്കും അച്ഛ. എനിക്ക് 1 കോടി രൂപ തരുമോ അച്ഛ എന്നും ചോദിക്കുകയാണ്. തരാം മോനെ, തരാം. മോനല്ലാതെ ഞാൻ വേറെ ആർക്കാ കൊടുക്കുന്നേ? എനിക്കെന്നും നീ എൻ്റെ മോൻ തന്നെയാ മോനെ. വൃത്തികെട്ട മനുഷ്യൻ, ഇയാളുടെ മോനാവാനുള്ളതൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ ഗീതുവും ഗോവിന്ദും കൂടെ വരിക. അതെ അച്ഛൻ, ഞാനേ അച്ഛനും മോനും കളിക്കുമായിരുന്നു എന്നും വരും. ഈ സമയം അത് നല്ല കാര്യമാണ്, 2 പേരുടെ മുഖം നന്നായിട്ട് ചേരുന്നുമുണ്ട് അച്ഛനും മോനുമായിട്ട്. അത് കേട്ടതും വരുണിൻ്റെ മുഖം സങ്കല്പിക്കും എങ്ങനെ. എന്നിട്ട് സത്യദാസിൻ്റെ മുഖത്തേക്ക് നോക്കുക. അയ്യേ, ഈ വൃത്തികെട്ട മുഖമായിരുന്നു എൻ്റെ അച്ഛൻ്റെ മുഖം. അത് ശരിയാവില്ല. 1 കോടിക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കണം എൻ്റെ ഈശ്വര, വല്ലാത്തൊരു കഷ്ടം തന്നെ. ഗോവിന്ദ മോനെ, മോൻ വന്നോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഒന്ന് എൻ്റെ അടുത്തേക്ക് വാ മോനെ. മോനെ വരുണേ, നീ ഇനി കുറച്ച് നേരം പുറത്ത് നിൽക്ക്, ഞാനിനി കുറേ ഗോവിന്ദനോട് സംസാരിക്കട്ടെ. ഷേണായിക്കാരെക്കുറിച്ച് എനിക്ക് ഗോവിന്ദനോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഷേണായി അല്ലേ? എന്നാൽ ശരി, ഞാൻ ഇപ്പം പോവാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങ് പോകാൻ നേരം രാധിക അവിടെ നിൽക്കുക. പെട്ടെന്ന് വരുൺ രാധിക കണ്ടിട്ട്, അമ്മോ എന്താ അമ്മ ഇത് ഒളിഞ്ഞു നോക്കുന്നേ? അമ്മയുടെ ഈ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല എന്നും വരുൺ. എടാ ഒന്ന് പതുക്കെ പറയടാ.
പതുക്കെ പറഞ്ഞാലും ഒച്ചത്തിൽ പറഞ്ഞാലും ഒളിഞ്ഞു നോക്കിയത് തന്നെയല്ലേ. അമ്മ ചെയ്തത് ശരിയല്ലമ്മേ. എൻ്റെ ദൈവമേ, ഈ പൊട്ടനെ ഏത് നേരത്താണോ എനിക്ക് പ്രസവിക്കാൻ തോന്നിയത്. അമ്മേ എന്താ അമ്മേ? പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കേ. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധിക മടന്ന് പെട്ടെന്ന് തന്നെ പോവുക. ഈ സമയം നമ്മുടെ സത്യദാസനോട് ഗോവിന്ദ് ചോദിക്കുക, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? വീണ്ടും ആ വിജയലക്ഷ്മി എന്നെ വേദനിപ്പിക്കുകയാണ് കുഞ്ഞെ. ഞാനിവിടെ വന്നിട്ടുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് അവൾക്കിപ്പോൾ ഏത് നേരവും എന്നെ അപകടപ്പെടുത്താൻ മാത്രമേ മനസ്സുള്ളൂ. ഞാൻ ഒരുപാട് വേദനിച്ചാണ് കഴിയുന്നത്. കുഞ്ഞിനറിയോ, എന്നെ AGMലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നെന്നും പറഞ്ഞ് ഇവിടെ നിന്നും കൊണ്ടുപോയ കാറ് ആ വിജയലക്ഷ്മിയുടെ കാറായിരുന്നു. അവള് എന്നെ കൊല്ലാൻ ആൾക്കാരെ വിട്ടതാ. CI കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ പേരിൽ അവൻ്റെ മോനാണെന്നും പറഞ്ഞ ഒരുത്തൻ വന്നു. അത് ആ വിജയലക്ഷ്മിയുടെ ഗുണ്ടകളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെന്നെ ഒരുപാട് വേദനിപ്പിക്കുക. ഞാൻ അവളെ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. അവളെന്നെ തകർക്കുക മോനെ എന്നൊക്കെ പറയുകയാണ്. ഈശ്വര, എന്നിട്ട് എന്ത് സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? എന്നെ ആ കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടു പോയിരുന്നു. ഓ മൈ ഗോഡ് എന്നും ഗോവിന്ദ്. അപ്പം ഗീതു, ഈശ്വര എന്തൊരു അഭിനയം! ഈ അഭിനയിക്കുന്നതിൽ അമ്മയും മകനും പൊളിക്കും. ഇക്കണക്കിന് പോയാൽ നമ്മളാണ് തട്ടിക്കൊണ്ടു പോയെന്നുള്ള വിവരം അയാൾ അറിയും. അയ്യോ എന്നൊക്കെ പറയാ. മോനെ, നീ എന്നെ വെറുക്കരുത്. എനിക്ക് നിന്റെ അച്ഛൻ്റെ സ്ഥാനം തരണം. എൻ്റെ എല്ലാമാണ് നിങ്ങളെല്ലാവരും. അറയ്ക്കൽ തറവാട്ടിൽ ഞാൻ വന്നത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നത്. പക്ഷെ അതിനിടയിലും എന്നെ തകർക്കാൻ കുറേ ദുഷ്ടന്മാർ ചുറ്റും കൂടിയിരിക്കുക. അതിൽ ഞാൻ ഇല്ലാണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ വിജയലക്ഷ്മിയാണ് മോനെ. നിങ്ങൾ ചെയ്ത തെറ്റിന് ആ പാട്ടുകാരി എന്ത് കഴിച്ചു? നിങ്ങളെ ആ കൃഷ്ണദാസിൻ്റെ മകൻ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് ആ പാട്ടുകാരി എന്തിനാ നിങ്ങൾ പഴി പറയുന്നേ? അവരൊരു പാവം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുമല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ മോനെ, ആ പാട്ടുകാരി വിജയലക്ഷ്മി അല്ലാതെ എനിക്ക് മറ്റൊരു ശത്രു ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, ആ കൃഷ്ണദാസ് എന്ന് പറഞ്ഞല്ലോ, അയാളുടെ മകൻ തന്നെയായിരിക്കും ചിലപ്പോൾ വന്നത്. ഒരിക്കലുമല്ല. എനിക്ക് നല്ല സംശയമുണ്ട്, ഇത് വിജയലക്ഷ്മി വിട്ട ആൾ തന്നെയാണ്. എന്നെ കൊല്ലാനായി അവർ മനഃപൂർവ്വം ആളെ വിടുകയാണ് മോനെ. നിന്റെ അച്ഛൻ മാധവൻ നായരുടെ സ്ഥാനം എനിക്ക് നീ തരണം. നിന്റെ അച്ഛനെ പോലെ കാണണം. എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല മോനെ. നീയുള്ള ഇതിലാ ഞാൻ ധൈര്യമായിട്ട് ജീവിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ഗീതു, എന്നാ അങ്ങള് വിഷമിക്കണ്ട. കണ്ണേട്ടാ, ഇതിൻ്റെ പേരിൽ ആ വിജയലക്ഷ്മിക്കിട്ട് നല്ല അടി കൊടുക്കണം കണ്ണേട്ടാ. സത്യദാസ് അങ്കളിനെ തട്ടിക്കൊണ്ടുപോയതിന് വിജയലക്ഷ്മി ഒരു പാഠം പഠിപ്പിക്കണം കണ്ണേട്ടാ. അത് ശരിയാ ഗീതു നീ പറഞ്ഞത്. എന്തായാലും നമുക്കിപ്പോൾ പോയൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ വിജയലക്ഷ്മിക്കിട്ട് ഒരു പാഠം പഠിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ആ മുറിയിൽ നിന്ന് പോവുക. എടി ഗീതു, നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയാടി. നീയേ തോട് ചാടിയ ഞാൻ 6 ചാടും. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടടി. എന്തൊക്കെയായാലും ഈ വീട്ടിൽ ഞാൻ AGMൽ കയറി കൂടാൻ കാണിക്കുന്ന ഈ ഒരു വെപ്രാളം അതെന്തായാലും ഗോവിന്ദ് സമ്മതിക്കും. AGMലൊന്ന് കയറി കൂടിക്കോട്ടെ. അത് കഴിഞ്ഞാൽ AGMലെ എല്ലാ സ്വത്തുക്കളും ഞാൻ തട്ടിയെടുക്കും. അറയ്ക്കൽ മാധവൻ നായർക്ക് നഷ്ടപ്പെട്ടതുപോലെ അറയ്ക്കൽ ഗോവിന്ദ് മാധവനും നഷ്ടപ്പെടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സത്യദാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഗീതുവും ഗോവിന്ദും മുറിയിലെത്തുക. എന്നാലും അയാളുടെ ഒരു അഭിനയെ നമ്മളാ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു കണ്ണേട്ടാ. അപ്പം രാധിക വീണ്ടും ഒളിഞ്ഞു നോക്കാനായിട്ട് വരിക. എന്നാലും അയാളെ തട്ടിക്കൊണ്ടുപോയത് ആ വിജയലക്ഷ്മിയാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്നാൽ ഈ വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇതിനൊക്കെ എങ്ങനെ കഴിയുന്നു? എന്ത് ചെയ്യാനാ ഗീതു? എല്ലാം നമ്മുടെ മനസ്സിലെ വെറും ആഗ്രഹങ്ങൾ മാത്രമല്ലേ? അതെ, അത് ശരിയാകണേട്ടാ. പക്ഷേ ആ സത്യദാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് എന്നുള്ള ആ വിളിയുണ്ടായിരുന്നല്ലോ, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ എന്തായാലും നിങ്ങളുടെ കള്ളത്തര സത്യദാസ് പിടിക്കുമെന്ന്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചും കണ്ടാവട്ടെ. അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഗീതു എന്നൊക്കെ പറയാം ഗോവിന്ദു. പക്ഷെ അയാളെൻ്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ എൻ്റെ കയ്യും കാലും ഒന്ന് പെരുത്ത് കയറിയതാ. ആ സമയത്ത് നീ എന്തിനാ പിടിച്ചു നിർത്തിയത്? പിന്നെ എന്ത് ചെയ്യാനാ കണ്ണേട്ടാ? നമ്മളിപ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്താൽ എല്ലാം നമ്മുടെ ട്രാപ്പാണെന്ന് അയാൾ മനസ്സിലാക്കും. അതുകൊണ്ട് അത് വേണ്ട. ഈ സത്യദാസ് എന്ന് പറയുന്നവൻ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ എനിക്ക് കലിയ. അതിന്
അതിനിടയിലാണ് അയാൾ എൻ്റെ അച്ഛനാണെന്ന് പോലും. അയാളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇവനെയൊക്കെ പച്ചയ്ക്ക് തീയിട്ട് കത്തിക്കണം. അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എല്ലാത്തിനും നമുക്കൊരു സമയം കിട്ടും. ഓഹോ, അപ്പോൾ ഭാസ്കരൻ പറഞ്ഞത് സത്യമാണ്. അയാളെ ഇങ്ങോട്ട് വിട്ടത് വിജയലക്ഷ്മി തന്നെയാണ്. എന്തായാലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എടി വിജയലക്ഷ്മി, എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി നീ 18 അടവും പയറ്റിയോ നടക്കുവാണല്ലേ? നിന്നെ ശരിയാക്കി തരടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം രാധികാമ്മ ഒളിഞ്ഞു നോക്കുന്നത് ഗീതു ഒന്ന് ശ്രദ്ധിക്കുക. എന്നാലും ആ സത്യദാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമ്മുടെ രാധിക ഇങ്ങനെ ആലോചിക്കണം. അപ്പോൾ ഭാസ്കരേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വിജയലക്ഷ്മി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ എന്തിനു വേണ്ടിയാണ് വിജയലക്ഷ്മി ഇങ്ങനെ ചെയ്തത്? വിജയലക്ഷ്മിക്ക് അറിയില്ലല്ലോ സത്യദാസ് എൻ്റെ ഭർത്താവാണെന്ന്. അങ്ങനെ അറിയുന്നത് എങ്ങനെ ശരിയാവും? അപ്പോൾ ഷേണായി ഗ്രൂപ്പിൻ്റെ ആരുമല്ല സത്യദാസ്. വിജയലക്ഷ്മി പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഗീതു കാണുക. അപ്പോൾ ഗീതു പതുക്കെ ചെന്നിട്ട് അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് സുഖമാണോ രാധികാമേ? രാധികാമേ ഞെട്ടിപ്പോയി, ഗീതു ഞെട്ടിപ്പോയി. രണ്ടുപേരും ഒരുമിച്ച് ഞെട്ടി. എനിക്ക് സുഖമാ. ഇവിടെയൊക്കെ എന്തൊരു പൊടിയാ ഗീതു. മരുമോളെ, ആ പൊടിയൊക്കെ ഞാൻ തുടച്ച് കളയാം. അത് ശരിയാ രാധികാമ്മ, ഈ പൊടി തട്ടുന്നതേ ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. അവിടെയൊക്കെ ഉണ്ട് രാധികാമ്മ. എന്തൊരു പൊടിയാന്ന് നോക്കിയേ. കണ്ണേട്ടാ, രാധികാമ്മയ്ക്ക് ഭയങ്കര പൊടിയാന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കാണുന്നത്. രാധികാമ്മയ്ക്ക് ഇത്രയും പൊടിയൊന്നും കാണുന്ന ഇഷ്ടമല്ല കണ്ണേട്ടാ. അതെനിക്കറിയാൻ ഗീതു. എന്തായാലും രാധികാമ്മ പൊടി തുടച്ചോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് ചെന്നിട്ട് അവിടെ നിന്ന് മാറാല അടിക്കുന്ന ചൂലെടുത്ത് രാധികാമ്മയുടെ കൈ കൊടുക്കുക. ഇന്ന രാധികാമ്മ പിടിച്ചോ. ഈ ബോർഡിൽ മാത്രമല്ല ആ മുകളിലത്തെ പൊടികൾ മുഴുവനും തട്ടിക്കൊണ്ട് വയ്ക്കാം. ആദ്യം സത്യദാസങ്ങളുടെ മുറിയിൽ നിന്നല്ലേ രാധികാമ്മ പൊടി തട്ടാൻ തുടങ്ങിയത്. ഇനി എൻ്റെ മുറിയിലെത്തി ഇവിടെ നിന്ന് നേരെ വരുണേട്ടൻ്റെ മുറിയിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയാ. ഈ സമയം രാധിക ആകെ പെട്ടു. മാറാല അടിച്ചടിച്ചടിച്ച് രാധിക നേരെ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഈ സമയം കഷ്ടം, എന്തൊരു കഷ്ടം ഇത്. ഇവരെന്തിനിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവരെക്കുറിച്ച് എന്തെങ്കിലും കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്ന് അറിയാനായിരിക്കും കണ്ണേട്ടാ. സാരമില്ല, ഇത് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങനെ ഉപദേശിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ വരുണിനാണെങ്കിൽ അമ്മ എന്താ മാറാല അടിക്കുന്നേ? ഒന്നും പറയണ്ടടാ, മാറാല അടിക്കുന്ന പറഞ്ഞ എൻ്റെ കയ്യിലേക്ക് ബ്രഷ് എടുത്ത് തരുമായിരുന്നു ഗീതു. സത്യമാണോ അമ്മ ഈ പറയുന്നേ? സത്യമാടാ. എൻ്റെ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാനും മാത്രം അവൾ വളർന്നോ? അവളെ ഞാൻ വെറുതെ വിടില്ല. എടാ വേണ്ട, വിട്ടുകള. ഞാൻ അവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയതിനാ ഇങ്ങനൊരു പണിഷ്മെൻറ്റ്. കണ്ണനതൊന്നും മനസ്സിലായില്ല. എന്നാൽ ഗീതു അവൾ പഠിച്ച കള്ളിയാടാ, പഠിച്ച കള്ളി. എന്നാലും അവൾ ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ അമ്മയെ കൊണ്ട് മാറാല അടിപ്പിച്ചല്ലോ. ഇക്കണക്കിന് പോയാൽ ഞാനും അമ്മയും കൂടെ പുറത്തിറങ്ങി ഭിക്ഷ യാചിക്കേണ്ടി വരും, അതുറപ്പാ. അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ മോനെ. അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യും. അതെ അമ്മേ, അതിനു മുമ്പ് ആ സത്യദാസിൻ്റെ കയ്യിൽ നിന്നും ഞാൻ 1 കോടി രൂപ മേടിച്ചെടുത്തിരിക്കും. എടാ, അവൻ്റെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ല എന്നും പറയണം. തേങ്ങയില്ലേ എന്നും നമ്മുടെ വരുൺ. അത് കേട്ടതും അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവൻ നല്ല രീതിയിൽ വേണം അറിയാൻ. അയാളുടെ കയ്യിൽ ഒന്നുമില്ലെന്നറിഞ്ഞാൽ ഇവൻ അയാളോട് ഒരു വിലയും ഉണ്ടാവില്ല. അനാർക്കലിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു മോനെ. നശിപ്പിച്ച്. അനാർക്കലിയോട് അമ്മ എന്തിനാ ഈ കാര്യം പറഞ്ഞത്? എടാ, അനാർക്കലിയോട് പറഞ്ഞത് അനാർക്കലിയാണ് ഭാസ്കരനെ ഇങ്ങോട്ട് വിട്ടേന്നറിയാനാ. സോറി, സത്യദാസിനെ. എന്തായാലും അനാർക്കലി അല്ല. അപ്പം അനാർക്കലി അറിഞ്ഞതുകൊണ്ട് ഇനി 1 രൂപ പോലും കിട്ടൂല. അമ്മ നോക്കിക്കോ. എടാ, അനാർക്കലി അതിന് ഈ നാട്ടിലില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. അവൾ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കുക. എന്തായാലും ഇവിടെ ഉള്ളതിപ്പോൾ നമ്മളൊക്കെ മാത്രമല്ലേ. 1 കോടി രൂപ നിനക്ക് കിട്ടും, നീ പേടിക്കണ്ട. ആ ഗീതു പറയുവാണേ ഞാനും സത്യദാസും ഒരേ മുഖച്ഛായ ഉള്ളവരാന്ന്. അത് ശരിയാണല്ലോ മോനെ. എന്തൊക്കെയായാലും നിന്റെ സ്വന്തം അച്ഛനല്ലേ. നിന്റെ അച്ഛനാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ വരുൺ ആലോചിക്കുക. എന്തായാലും ഒരു രക്ഷയുള്ളൂ. 1 കോടി രൂപ തന്നില്ലെങ്കിൽ ആ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നെ അമ്മയും പിടിച്ച് ഒരു ഭരണിയിലാക്കി, ഇല്ലെങ്കിൽ ഒരു മൺചട്ടിയിലാക്കി ഞങ്ങൾക്ക് ദമ്മടിക്കും എന്നൊക്കെ പറയണം. അത് കേട്ടതും രാധികാമ്മ പേടിച്ച് നിൽക്കുക. ഈ സമയമാണെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവളെനിക്ക് വാക്യൂം ക്ലീനർ മേടിച്ചു തരാമെന്ന് പോലും ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ. ഞാൻ ഓരോ റൂമിലും കയറി ഇറങ്ങി പൊടി തട്ടി വൃത്തിയാക്കുമെന്ന് അവൾ എടുത്തു പറഞ്ഞു. അത് കേട്ടതും അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവളെ വെറുതെ വിടരുതമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വരും. ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ രാധികയും ആലോചിക്കുകയാണ്. അപ്പോൾ രേഖയാണ് കാണിക്കുന്നത്. രേഖ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം
രേഖ വല്ലാണ്ട് എന്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോഴേക്കും ഗീതു ചെല്ലുക. രേഖേച്ചി എന്താ മുഖത്തൊരു വിഷമം, എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. ഒന്നുമില്ല എന്ന് രേഖേച്ചി പറഞ്ഞാലും രേഖേച്ചിയുടെ മനസ്സ് പറയുന്നില്ല. മനസ്സിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട്. പറ, എന്താണെങ്കിലും പറ. അത് കേട്ടതും അത് പിന്നെ ഈ സത്യദാസ് അങ്കിളിന് കണ്ണ് കാണാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേർക്ക് നന്നായിട്ട് കണ്ണ് കാണാൻ കഴിയുന്നുണ്ടെന്ന മോളെ എനിക്ക് തോന്നുന്നേ. അത് കേട്ടതും അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ, കുറച്ച് മുമ്പ് അയാൾ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ വെള്ളം എടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അയാളിൽ നിന്നും ഒരിത്തിരി അകന്ന് നിൽക്കുന്ന ഗ്യാസ് അടുപ്പിലേക്ക് നിന്ന് പാല് തിളച്ച് പൊങ്ങി വരുന്നത് അയാൾ കണ്ടു. അത് കണ്ടിട്ട് അയാൾ എന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞത് അയാൾക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന്. ആ കൂളിംഗ് ഗ്ലാസ് കണ്ണിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് അറിയാത്തത് എന്നൊക്കെ രേഖ പറയാ. വാവ്, അപ്പം ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു ചേച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഈശ്വര, പണി കിട്ടിയോ? ഈ വീട്ടിലെ ഗീതുവിൻ്റെ കണ്ണിൽ പോലും എത്താത്ത കാര്യങ്ങളാണ് എൻ്റെ കണ്ണിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗീതു പറഞ്ഞാൽ ശരിയാവില്ല എന്നാലോചിച്ചുകൊണ്ട് രേഖ ഒന്നുമില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും വേണ്ട. അതെ, ഞാൻ കുറച്ച് ചിലവ് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. ചിലവ് ചെയ്യുമെങ്കിൽ ഞാനും വരാം എന്ന് രഞ്ജു. എന്നാൽ ഇന്ന് മുതൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മെസ്സേജ് അയക്കണം. അതുകൊണ്ട് സത്യദാസ് അങ്കിളിനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയാണ്. എന്തിനാ ഗീതു? വരുണേട്ടൻ സത്യദാസ് അങ്കിളിനോട് അടുപ്പം കാണിക്കുന്നത് ഞാൻ കണ്ടു. അയാൾ AGMനെ ചതിക്കുമെന്ന് ഓർത്തിട്ടാണോ? സാരമില്ല ഗീതു, ഞാൻ AGMൻ്റെ കൂടെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ രേഖ ഗീതുവിനെ ആശ്വസിപ്പിക്കുക. ഈ സമയം അവരുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറഞ്ഞ് ഗീതുവും രേഖയും രഞ്ജുവും കടുത്ത തീരുമാനം എടുക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.